വികസനത്തിന്റെ കാര്യത്തിൽ കേരളത്തിൽ ഏറ്റവും മുന്നിലുള്ള നഗരമാണ് കൊച്ചി. മെട്രോ റെയിലും മേൽപ്പാലങ്ങളും IT പാർക്കുകളും ബിസിനസ് സ്ഥാപനങ്ങളും കൂറ്റൻ കെട്ടിടങ്ങളുമൊക്കെയായി തലപൊക്കി നിൽക്കുന്ന നഗരം. ഇവിടെ 4 ഗ്രാമപഞ്ചായത്തുകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു കൂട്ടം വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ വികസനത്തിനായുള്ള കാത്തിരിപ്പ് തുടങ്ങിയിട്ട് 12 ആണ്ട് കഴിയുന്നു. വിസ്മയ കാഴ്ചകളും സാഹസികതകളും തീർത്ഥാടനവും സംയോജിക്കുന്ന അരുവിക്കൽ കാവ്, കായനാട് ചെക്ക് ഡാം, അരുവിക്കൽ വെള്ളച്ചാട്ടം, കൊടിക്കുത്തി ഗുഹ, പുളിക്കൽപ്പാറ, മയിലാടുംപാറ തുടങ്ങിയ വിനോദസഞ്ചാര ഇടങ്ങളാണ് വികസനം തേടുന്നത്. മാറാടി, വാളക്കം, രാമമംഗലം, പാമ്പക്കുട പഞ്ചായത്തുകളിലാണ് പ്രകൃതിരമണീയമായ ഈ ദൃശ്യവിരുന്നുള്ളത്. കിഴക്കൻ മലനിരകളും വനമേഖലയും മനോഹര പ്രകൃതി ദൃശ്യങ്ങളും ഉൾക്കൊള്ളുന്ന ഈ കേന്ദ്രങ്ങളെ കോർത്തിണക്കി ടൂറിസം സർക്യൂട്ട് യാഥാർത്ഥ്യമായാൽ ഗ്രാമീണ മേഖലകൾക്ക് വികസന കുതിപ്പേകും. ഇതിനായി മാറാടി ഗ്രാമപഞ്ചായത്ത് 2021 പദ്ധതി തയ്യാറാക്കി ടൂറിസം മന്ത്രിക്ക് സമർപ്പിച്ചെങ്കിലും നടപടിയുണ്ടായിട്ടില്ല. ഇവിടങ്ങളിൽ മറ്റു ജില്ലകളിൽ നിന്നും വലിയ തോതിൽ ജനങ്ങൾ എത്തിത്തുടങ്ങിയതോടെയാണ് ടൂറിസം സർക്യൂട്ട് എന്ന ആശയം ഉയർന്നു വന്നിരുന്നത്. 10 കിലോമീറ്ററിനുള്ളിൽ 8 ടൂറിസം കേന്ദ്രങ്ങളുമായി മാറാടി പഞ്ചായത്തിൽ മയിലാട്ടുംപാറ, ശൂലം വെള്ളച്ചാട്ടം, അരുവിക്കൽ വനക്ഷേത്രം, പുളിക്കൽപ്പാറ എന്നിവയും, രാമമംഗലം പഞ്ചായത്തിൽ കൊടിക്കുത്തി ഗുഹ, പാമ്പാക്കുട പഞ്ചായത്തിൽ അരുവിക്കൽ വെള്ളച്ചാട്ടം, അരീക്കൽ ഗുഹ, വാളക്കം പഞ്ചായത്തിൽ കായനാട് ചെക്ക് ഡാം എന്നിവയുമാണ്. വർണ്ണവിളക്കുകൾ സ്ഥാപിക്കാനും പ്രകൃതി ഭംഗിക്ക് മിഴിവേകുന്ന ഉദ്യാനങ്ങളും മികവായി വനങ്ങളും അതിലൂടെ നടപ്പാതകളും ഒരുക്കുന്നതിനുള്ള പദ്ധതി ആസൂത്രണം ചെയ്യുന്നതായും, ശൂലം വെള്ളച്ചാട്ടത്തിന് സമീപത്തെ കൂറ്റൻ പാറക്കുളത്തിന്റെ ഒരു ഭാഗത്ത് നാടൻ കലകൾ അവതരിപ്പിക്കാനും കുടുംബശ്രീയുടെ സഹകരണത്തോടെ ഫുഡ് ഫെസ്റ്റുകളും മറ്റും സംഘടിപ്പിക്കുന്നതിനും നടപടിയെടുക്കുന്നതും ഇവിടേക്ക് വിനോദസഞ്ചാരികളെ ആകർഷിക്കാനാവുമെന്ന് അജു ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി പ്രമോദ് തമ്പാൻ പറഞ്ഞിരുന്നു.